ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് റാബു. ഞാനൊരു മുയലാണ്. ഈ കുറുക്കൻ എൻ്റെ കൂട്ടുകാരനാണ്. പേര് കുറു. അതെ അതെ, ഞാനാണ് റാബു പറഞ്ഞ അവന്റെ കൂട്ടുകാരൻ കുറു. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കഥയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണേ. ഞങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരാക്കുകയും ചെയ്യണേ. എടാ കുറു, എനിക്ക് വിശന്നിട്ട് വയ്യ. നിനക്ക് വിശക്കുന്നില്ലേ? അത് എന്തൊരു ചോദ്യമാണ്! വിശന്നിട്ട് എന്റെ വയറിൽ നിന്ന് പുക വരുന്നു. ഇന്ന് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടേക്ക് റാബു. അതെന്താ കുറു നീ അങ്ങനെ പറഞ്ഞത്? അതല്ല റാബു, ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ നിന്നെ പോലെ തടിച്ചു കൊഴുത്ത മുയലിനെ കാണുമ്പോ എന്റെ കൺട്രോൾ പോയാലോ എന്ന് കരുതി പേടിച്ചിട്ട് പറഞ്ഞതാ. എടാ ദുഷ്ട, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്നുമില്ലേലും ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ. ആഹാ, അതുകൊണ്ടാണ് നിനക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് സമാധാനിക്ക് കുറു, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എടാ കുറു, അപ്പുറത്തുള്ള കാട്ടിൽ നല്ല മധുരമുള്ള പഴങ്ങൾ കിട്ടുമെന്ന് ആ കാക്കച്ചിയമ്മ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? അതെ അതെ, ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. ഒരു നോൺ വെജായ എന്നോട് ഇത് തന്നെ നീ പറയണം. അത് സാരമില്ല, നീ വായോ കുറു. വിശന്നാൽ പുലി പുല്ലും തിന്നും എന്നാണല്ലോ ചൊല്ല്. വിശപ്പുള്ളോണ്ട് മാത്രമാ ഞാൻ ഈ വരുന്നത്. അല്ലാണ്ട് എത്തിക്സ് വിട്ട പരിപാടിക്ക് ഈ എന്നെ കിട്ടില്ല. ഒന്ന് പോടാ, എന്നെ ചിരിപ്പിക്കാണ്ട്. എനിക്ക് വിശന്നിട്ട് നടക്കാൻ പോലും വയ്യ. ഇനിയും ഒരുപാട് പോകാനുണ്ടാവും. ഇല്ല കുറു, നമ്മൾ എത്താറായി. എടാ കുറു, നമ്മൾ എത്തി. ദേ നോക്ക്, നല്ല പഴുത്ത മധുരമുള്ള ആപ്പിൾ. അയ്യോ, അതങ്ങ് മുകളിലാണല്ലോ. എങ്ങനെ പറിക്കും? ഞാൻ കേറിക്കോളാം. നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. യോ എന്റെ ഫുൾ സപ്പോർട്ട് കൂടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എടി മണ്ടി, പച്ച ആപ്പിൾ നോക്കി പറിക്കാണ്ട് പഴുത്ത ആപ്പിൾ നോക്കി പറിക്കേ. എടാ കുറു, ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എത്തണ്ടേ. ഹാവൂ, അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് ആപ്പിൾ കിട്ടി കുറു. അതെ അതെ, നമുക്ക് കിട്ടി. എനിക്ക് പച്ചയും നിനക്ക് പഴുത്തതും. നീ ഒന്ന് സമാധാനിക്ക് കുറു, നമുക്കിത് ഷെയർ ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഹാവൂ, വിശപ്പൊക്കെ മാറി കിട്ടി. ഇനി നാളെ നോക്കാം. എടാ കുറു, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? കൂട്ടുകാരെ, റാബുവും കുറുവും മറ്റൊരു കഥയുമായി പിന്നെ വരാവേ. അപ്പോൾ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.